ആളുകളിൽ ഒരാളായ ശ്രീകുമാർ ചേരുന്നുണ്ട്. സംഭവം ഞാൻ പറയുന്നത് ഒരു 8 മണിയായിട്ടാണ്. 8 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ കിടക്കുന്നതുണ്ട്. നമ്മളോട് വേറെ ആൾ ഫോൺ ചെയ്ത് വരുന്നവരെ ഒരു കിടപ്പുണ്ട്. ഇതാണെന്ന് അറിയില്ലായിരുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവമാണെന്ന് അറിയില്ല. അന്ന് നോക്കി അവർ കൂടി അസുഖങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നു നോക്കുന്നത്. വന്നു നോക്കുമ്പോൾ വെട്ടി കഴുത്തിന് വിട്ടുകൊണ്ട് കിടക്കുകയാണ്. അതിന് സാറ് മാത്രം ഉള്ളായിരിക്കുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞാണ് പോലീസ് എല്ലാം വന്ന് അകത്ത് കയറിയാണ് അതിൽ നിന്നാണ് കടന്നത്. അകത്ത് കയറി നോക്കിയപ്പോഴാണ് ചേച്ചിയും ഒരു കുടുംബമായിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. അതായത് പെട്ടെന്നുള്ള ഒരു ഇതാണ്. അതിപ്പോൾ വന്നാലും നല്ലൊരു പ്രതി അറിയില്ല. പ്രതി വന്നിട്ട് അവര് രാജസ്ഥാൻ സ്വദേശിയാണെന്ന് പറഞ്ഞു. അവര് കടയിലെല്ലാം പോയി അത് കഴിഞ്ഞതിന് ശേഷമാണ് മൊബൈൽ ഫോൺ കിട്ടി. അതിനുശേഷമാണ് ഞങ്ങൾ പോയി അവിടെ പോയി പോലീസിന് എല്ലാവരും പോയി അത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് 2 വർഷം മുമ്പ് ഈ പ്രതി പോയിട്ടൊക്കെയാണ് ഇവിടെ ജോലി ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവരുടെ ബോർഡിലും കാര്യങ്ങളും എല്ലാത്തിലും വന്നിട്ട് ഈ നമ്പർ തന്നെയാണുള്ളത്. ഈ നമ്പറാണ് നമുക്കിവിടെ സ്പോട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മോഷണ ശ്രമം എന്നൊരു വാർത്ത വന്നിരുന്നു. ശരിക്കും എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? സ്വർണ്ണം ഇല്ല, ഇതൊരു അങ്ങനെ ഒരു മോഷണമായിട്ടൊന്നുമില്ല. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ചേച്ചിയുടെ കഴുത്തിൽ വളയുണ്ട്, എല്ലാ ആഭരണങ്ങളെല്ലാം ഉണ്ട്. അകത്ത് കയറിയിട്ടില്ല പ്രതി. ഈ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ മാത്രമേ ഉള്ളൂ കയറിയിട്ടുള്ളൂ. അകത്തോട് കയറാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് മകൻ പറഞ്ഞിരിക്കുന്നത്. പ്രതി മുമ്പ് ഇവരുമായി തർക്കം ഉണ്ടായിരുന്നതായിട്ടുള്ള വാർത്തകളുണ്ട്. അത് ശരിയാണ്. അത് 3 പ്രാവശ്യം വന്നിട്ട് അവർ വന്നിട്ട് ഇങ്ങനെ ചെയ്തിരുന്നു. വന്ന് ഇതുമാതിരി മരുന്ന് എഴുതി കൊടുക്കാനായിട്ട് ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവരെ ഇത് ചെയ്യാറുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഇതുമാതിരി വന്നപ്പോഴത്തേക്ക് ചേച്ചി പറഞ്ഞു ഇങ്ങനെ ആളാണെന്ന് പറയുന്നത്. ശരി, ഗേറ്റ് കൂട്ടിയിട്ട് നമുക്ക് ഗേറ്റിൽ നിന്ന് വെളിയിൽ നിന്ന് മരുന്ന് കൊടുത്താൽ മതി പറഞ്ഞ് അങ്ങനെ ഗേറ്റിന്റെ വെളിയിലാണ് മരുന്ന് കൊടുത്തത്. അങ്ങനെയാണ് ഹരി പറഞ്ഞത്. അത് ഹരിയോട് നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതുമാതിരി അവര് കടയിൽ ഇതിൽ പോകുമ്പോഴത്തെ സ്ഥലത്ത് അവനെ കണ്ടിട്ടുണ്ട്, അവിടെയാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത്. എന്നാലും രാജസ്ഥാൻ സ്വദേശിയാണ് ഇവരെ പിടിയിലായത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത കൈവരിക്കേണ്ടതുണ്ട്. മുമ്പും പ്രതി ഇവരെ സ്ഥലത്തെത്തി ഇവരുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നതായുള്ള സൂചനകളാണ് ഇപ്പോൾ ബന്ധുക്കളും സമീപവാസികളൊക്കെ പറയുന്നത്. ഇതേ സ്ഥലത്താണ് ഇവിടെ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇവിടെയായിരുന്നു രക്തത്തിൽ കുളിച്ച നിലയിൽ ശിവൻ നായരെ കണ്ടെത്തിയത്. പിന്നീടാണ് ഭാര്യയും സമാനമായ രീതിയിൽ കഴുത്തറുത്ത നിലയിൽ വീടിനകത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഈ പ്രതിയെ വിശദമായ ചോദ്യം ചെയ്തതിൽ ഇപ്പോൾ പോലീസ് പുരോഗമിക്കുകയാണ്. ചോദ്യം ചെയ്യൽ ഇതിൽ നിന്ന് പ്രതി കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി ഉൾപ്പെടെ ആയുധങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ സമീപത്ത് കിണറ്റിൽ പോലീസ് അല്പസമയം മുമ്പ് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്താനായിട്ടില്ല. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇത് ഉൾപ്പെടെ കണ്ടെത്താനാകുമെന്നാണ് പോലീസ് കഴിയുന്നത്. ഏതായാലും ഒരു ദാരുണമായ സംഭവം ചെന്നൈയിൽ നിന്നുണ്ടായിരിക്കുന്നു. ഏറെക്കാലമായി ശിവനായരും കുടുംബവും അവിടെയാണ് താമസം. ഇവർക്കൊപ്പം ശിവനായർക്ക് ഭാര്യയ്ക്കൊപ്പം മറ്റാരെങ്കിലും ആ വീട്ടിലുണ്ടായിരുന്നു? ഇല്ല, ശിവനായരും ഭാര്യ പ്രസന്നകുമാരി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ ശിവനായർ മുമ്പ് സൈന്യത്തിലായിരുന്നു. വിരമിച്ച ശേഷം ആയുർവേദ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു. ഈ വീട്ടിനകത്ത് തന്നെയായിരുന്നു അവർ ചികിത്സ നടത്തിയിരുന്നത്. നിരവധി പേർ ആയുർവേദ മരുന്നുകൾക്കായി ഇവിടെ എത്താറുണ്ട്. അത്തരത്തിലാണ് ഈ രാജസ്ഥാൻ സ്വദേശി മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. മുമ്പ് ഇയാൾ മരുന്ന് വാങ്ങാനെത്തിയപ്പോഴെല്ലാം തർക്കമുണ്ടായിരുന്നു. ഇന്നലെ മരുന്ന് വാങ്ങിയതുമായി പണമിടപാടുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പോലീസ് ഇതിനെ സംബന്ധിച്ച ഒരു വിശദാംശങ്ങളും ഇതുവരെ പുറത്തു വെച്ചിട്ടില്ല. പ്രതിയുടെ വിശദമായ ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. പ്രതി ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല എന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ പ്രതി ഇവിടുന്ന് പോകുമ്പോൾ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിലൊക്കെ രക്തമുണ്ടായിരുന്നു. ഇതൊക്കെ പ്രതിക്കെതിരായ തെളിവുകളാണ്. ഏതായാലും വിശദമായ ചോദ്യം ചെയ്യൽ ഈ പ്രതി എന്തിനാണ് കാര്യങ്ങൾ പുറത്തുവരും. ശരി, അനീഷ് കെ ശിവദാസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മലയാളി